ഇപ്പൊ ഇത്രയും നേരം കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വർ പിന്നെ രാഹുൽ ഉസ്താദായി മാറിപ്പോയി ഒരു തോന്നലുണ്ടായി. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. രാഹുൽ ഉസ്താദ് എന്ന് ഇനി വിളിക്കേണ്ടി വരുമോന്ന് അറിയില്ല. ഉസ്താദ്മാര് പറയുന്ന അതേ വാചകങ്ങളാണ് ഇപ്പൊ രാഹുൽ ഉസ്താദ് പറയുന്നത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? അതോടൊപ്പം തന്നെ ഇവരെല്ലാം പറയുന്നത് ഏതോ നൂറ്റാണ്ടിലുള്ള കാര്യങ്ങളെ പോലെയാണ്. ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇവർ വിരളി കൊള്ളുന്നത് എന്തിനാണ്? എന്താ ഉറക്കം വരും? അതാണ് മനസ്സിലാവാത്തത്. സ്ത്രീ ഒരു വ്യക്തിയല്ലേ? സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും പറയുന്നത് മുസ്ലിം സ്ത്രീകളെ വിഷയങ്ങളാണ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാം. മറ്റു സമുദായത്തിന്റെതൊന്നും അങ്ങനെ എടുത്തു പറയുന്നില്ല. മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഏതു സമയത്തും മുസ്ലിം സ്ത്രീകളുടെ കാര്യങ്ങളിലാണ് ഇവരൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് വ്യക്തി എന്ന നിലയിലുള്ള യാതൊരു അവകാശവുമില്ലേ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ സ്വാഗതം ചെയ്യുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.